ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. ഇന്ത്യ US വ്യാപാര കരാറിൽ ധാരണയായി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ 18% കുറയ്ക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. 140 കോടി ഇന്ത്യൻ ജനതയുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ചരിത്രപരമായ വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ് എന്നിവർ ഉൾപ്പെടെ അഭിനന്ദിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്നലെ ഭുവനേശ്വറിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ഹരിബാബു കമ്പംപതിയും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും ചേർന്ന് സ്വീകരിച്ചു. ബലാസോറിലെ ഫക്കീർ മോഹൻ സർവകലാശാലയുടെ 12ാമത് ബിരുദദാന ചടങ്ങിൽ ശ്രീമതി മുർമു ഇന്ന് പങ്കെടുക്കും. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും രാഷ്ട്രപതി സന്ദർശനം നടത്തും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലോക്സഭയിൽ മറുപടി നൽകും. ലോക്സഭയിൽ 18 മണിക്കൂറും രാജ്യസഭയിൽ 16 മണിക്കൂറുമാണ് ചർച്ചയ്ക്കായി അനുവദിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ അപഹരണ കേസ് നിയമസഭയിൽ വീണ്ടും ഉന്നയിച്ചു പ്രതിപക്ഷം. പ്ലക്കാർഡുകളും മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ അൻവർ സാദത്തും TV ഇബ്രാഹിമും സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു. തുടർന്ന് സ്പീക്കർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച സഭ വീണ്ടും പുനരാരംഭിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയെ അറിയിച്ചിരുന്നു. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 99 മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ 72 എണ്ണത്തിന്റെ നിർമ്മാണ ചുമതല RBCKയ്ക്കും 27 എണ്ണത്തിന്റെ നിർമ്മാണ ചുമതല KRDCLനും നൽകിയതായി മന്ത്രി വീണ ജോർജ്. 10 മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുത്തതായും മന്ത്രി PA മുഹമ്മദ് റിയാസിന് വേണ്ടി മന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന എസ്കലേറ വനിതോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമാകും. വൈകിട്ട് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 9 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശന വിപണനമേള, സംരംഭക പരിശീലന സെഷനുകൾ, കലാപരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്ന് ആലപ്പുഴയിലെത്തി. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ പരിശോധനയ്ക്കായി എത്തിയത്. കോഴി, താറാവ്, കാട എന്നിവയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കാക്കകളിൽ രോഗവ്യാപനം തുടരുകയാണ്. തഴക്കരയിൽ കാക്ക ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. കോട്ടയം മുണ്ടക്കയത്ത് വിനോദയാത്ര സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് കത്തിനശിച്ചു. ആളപായമില്ല. ഇന്ന് പുലർച്ചെ 4 മണിയോടെ മുണ്ടക്കയം ടൗണിലായിരുന്നു അപകടം. ബസ് നിർത്തി യാത്രക്കാരെ പുറത്തിറക്കി പരിശോധിക്കുന്നതിനിടെ ടയർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മധുരയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 45ഓളം യാത്രക്കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ കേരളം അസമിനെ നേരിടും. ഉച്ചയ്ക്ക് 2-ന് അസമിലെ സിലാപത്തർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ബിയിലെ 5 മത്സരങ്ങളിൽ 3 ജയിച്ച 10 പോയിന്റുമായി 1ാം സ്ഥാനക്കാരായാണ് കേരളം അവസാന 8-ലെത്തിയിരിക്കുന്നത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വഡോദരയിലെ BCA സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30-നാണ് മത്സരം. ഇന്നത്തെ വിജയികൾ വ്യാഴാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ യുവതിയുടെ വയറ്റിൽ നിന്ന് 23 കിലോഗ്രാം ഭാരം വരുന്ന മുഴ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. 2 മണിക്കൂർ നീണ്ട സങ്കീർണ ശസ്ത്രക്രിയയിലൂടെയാണ് 25-കാരിയുടെ വയറ്റിലെ മുഴ നീക്കിയത്. ശസ്ത്രക്രിയ നടത്തിയ മെഡിക്കൽ കോളേജ് ടീമിനെ മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. മലപ്പുറം തിരുനാവായയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവം ഇന്ന് സമാപിക്കും. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് കേരളത്തിലെ കുംഭമേള എന്ന പേരിൽ അറിയപ്പെടുന്ന 15 ദിവസത്തെ ആത്മീയ സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുത്തത്. അമൃത സ്നാനത്തോടെയാണ് മഹാമാഘ മഹോത്സവത്തിന് സമാപനമാവുക. ന്യൂഡൽഹിയിൽ NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും NDAയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നഡ്ഡ, അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദ്ര യാദവ്, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.